പണമുള്ളവനെ ഇന്ന് ഈ സമൂഹത്തിൽ വിലയുള്ളൂ. പണമില്ലാത്തവന് ഇന്ന് ഈ സമൂഹം ഒരു വിലയും നൽകുന്നില്ല. നമുക്ക് പണമുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനും ആൾക്കാർ കാണും. നമുക്ക് പണമില്ലെങ്കിലോ ഒരു കുഞ്ഞു പോലും നമ്മളെ തിരിഞ്ഞൊന്ന് നോക്കുക പോലുമില്ല, അല്ലേ? അപ്പം നമ്മളെ പണത്തിനായി നമ്മൾ രാപ്പകലില്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നു. ആ പണം നമ്മൾ ചിലവാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചിലവാക്കുന്ന പണം നമ്മളിലേക്ക് തിരിച്ചെത്താനായി നമ്മൾ പണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായി ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതെൻ്റെ കൂട്ടുകാരിയുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ ഒത്തിരി നെഗറ്റീവ് കമന്റുകൾ വരുമെന്ന് എനിക്കറിയാം. നെഗറ്റീവ് കമന്റ് ഇടുന്നതിന് മുന്നായി നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഇടുക. നമ്മൾ പണം ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കരുത്. ഈ 50 എന്നെഴുതിയ ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് മടക്കി കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൊടുക്കുക. അപ്പൊ എഴുതിയ ഭാഗം നമ്മുടെ അടുത്തേക്ക് വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഈ പണം നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പം സമയം 8:30 എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഞാൻ എന്നെ കഴിക്കാൻ പോകുന്നത് കാണിക്കട്ടെ. ഇതൊരു ടൈം പാസിന് കഴിക്കാനാണ്. പഴംപൊരി കൊണ്ട് വടയുണ്ട്. ഇത് രണ്ടും എൻ്റെ വീക്ക്നെസ് ആണ്. ഇത് രണ്ടും ഞാൻ എവിടെ പോയാലും വട മേടിച്ചില്ലെങ്കിലും പഴംപൊരി ഞാൻ കഴിച്ചേച്ചേ വരത്തുള്ളൂ. ഇതെന്റെ വീക്ക്നെസ് ആണ്. അപ്പൊ ഇപ്പൊ എന്റെ മകൻ മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പം എനിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ കഴിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.